ഗായ്സ്, അപ്പോൾ ദേ നമ്മൾ ഈദിൻ്റെ ഷോപ്പിങ്ങിന് പോവാണ്. എങ്ങോട്ടാ മാഹി നമ്മൾ പോണത്? കാലിക്കറ്റ്. മൽക്ക നമ്മൾ എങ്ങോട്ടാ പോണത്? കാലിക്കറ്റ്. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് ഒരു ഡ്രസ്സ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മിസൈൽ അങ്ങ് കൊണ്ടുപോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസിങ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ വിചാരിച്ചു എന്തായാലും ഇനി ഇതിനുള്ള ഡ്രസ്സൊക്കെ എനിക്കൊക്കെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. ഇനി മൽക്കും മാഹിക്കും ഒക്കെ ഉള്ള എന്തൊക്കെയോ കുറച്ച് ഐറ്റംസും വാങ്ങിക്കാനുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് പോവാന്ന് വിചാരിച്ചു. വേണം നോക്കട്ടാ. കുറേ കാലത്തിന് ശേഷമല്ലേ നമ്മൾ മാഹി മിഠായി തെരുവിലോട്ടൊക്കെ പോണത്. ഒരുപാട് കാലമായി നമ്മൾ SM സ്ട്രീറ്റിൽ പോയിട്ട്. എന്തായാലും അവിടെ പോകാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് ഇതിനുള്ള പർപ്പസ് അല്ല, വേറെ നോർമലി നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഡ്രസ്സും കൂടി എടുക്കുക എന്നുള്ളൊരു പർപ്പസിലാണ് SM സ്ട്രീറ്റിൽ പോകുന്നത്. അപ്പം എന്തായാലും ഇനി പോയിട്ട് കാണാം അല്ലേ മോളെ? ഇഷ്ടം ഇങ്ങനെ ബാഗൊക്കെ പിടിക്കണത്. ശരി, ബാഗ് റിപ്പയർ ചെയ്തിട്ടാ. എന്താ മോളെ? പെരുന്നാൾ ഡ്രസ്സാ? അതിനാണ് നമ്മള് പോണത്. അങ്ങനെ ദേ നമ്മൾ SM സ്ട്രീറ്റൊക്കെ എത്തി. SM സ്ട്രീറ്റ് എത്തിയാൽ പിന്നെ ഈ നടത്തം തന്നെയാണല്ലോ മെയിൻ. നടന്നൊരു പരുവാവും. അങ്ങനെ നമ്മൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് ടോപ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി. അതേപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ പിന്നെ ഒരുപാട് ഷോപ്സ് ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ഓരോന്നിലും കയറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുത്താൽ മതി. കുറച്ച് നടന്നപ്പോഴേക്കും ഇതേ നമ്മുടെ മൽക്ക ഡാഡിയുടെ തോളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടോപ്സ് നോക്കുന്നു, ഇറങ്ങുന്നു, ഇതൊക്കെ തന്നെയാണ് പരിപാടി. അതിനുശേഷം പിന്നെ നമ്മൾ വേറൊരു ഷോപ്പ് കണ്ടപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഫൈനലി നമ്മൾ ഡ്രസ്സ് കിട്ടാതെ അലയുകയാണ് ഗൈസ്. ഫൈനലി ഇതേ നമ്മളൊരു ഷോപ്പിലെത്തിയിട്ടുണ്ട്. അവിടെ മാഹി തകൃതമായിട്ട് അവൾക്ക് പറ്റിയ ടോപ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും കുറേയൊക്കെ നോക്കി. പിന്നെ വിചാരിച്ചു കുറച്ച് വീഡിയോ ഒക്കെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് വർക്ക്സിന് പോകുമ്പോൾ ഇടാൻ പറ്റിയ ടൈപ്പ് ഓഫ് ടോപ്സാണ് അവൾ നോക്കുന്നത്. പിന്നെ നമ്മുടെ മക്കു ഇതേ എന്തറിഞ്ഞിട്ടാണാവോ അവൾ കുറേ ടോപ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആകെ ബോറടിച്ച് പോസ്റ്റ് ആവാമെന്ന് പറയില്ലേ, ഞാൻ എനിക്കുള്ളതൊന്നും നോക്കിയിട്ടില്ലായിരുന്നു ഇവിടുന്ന്. അപ്പം പിന്നെ അവർ നോക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എന്തൊക്കെയോ ഉമ്മാനോടൊപ്പം പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ അങ്ങ് പോസ്റ്റായി ഇരിക്കുകയായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഇവിടെ ഡാഡിയും മൽക്കയും ടോട്ടലി പോസ്റ്റായിട്ട് ഇവിടെ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു എന്ന്. പിന്നെ ഞാനും വിചാരിച്ചു എനിക്ക് പറ്റിയ കുറച്ച് ടോപ്സും കൂടി നോക്കാം, കാഷ്വലായിട്ടുള്ളത് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എല്ലാം നോക്കി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് മാഹിൻ്റെ ട്രയൽസിന് വേണ്ടിയിട്ട്. അവൾ ഓരോന്ന് ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ട്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തും ഇരിക്കുകയായിരുന്നു. ഫൈനലി ഞങ്ങൾക്കുള്ള ടോപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷനും അഫോർഡബിളും ആയിരുന്നു ഇവിടുത്തെ കളക്ഷൻസൊക്കെ. അപ്പം ഇക്സ ഫാബ്രിക്സ് എന്നായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം സാധനങ്ങൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ എടുത്തു. ഇതിന് ശേഷം പിന്നെ നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന്. ഇനി മൽക്കും ബേബി മിറിക്കിനും പിന്നെ നമ്മുടെ അമ്മക്കും ഒക്കെ ഉള്ള ഡ്രസ്സുകൾ നോക്കണം എന്നുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ കിട്ടിയോ മാഹി? എല്ലാം കിട്ടിയോ? എങ്ങനെയുണ്ട് കളക്ഷൻസ്? അതായത് വർക്കിനൊക്കെ പോകാൻ പറ്റിയ ടൈപ്പ് ഡ്രസ്സസ് അല്ലേ? നോക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇതേ നമ്മൾ SM സ്ട്രീറ്റിൻ്റെ തെരുവിലൂടെ അങ്ങ് നടക്കുകയാണെന്ന് പറയില്ല, ഭയങ്കര ഒരു ഫീലാട്ടോ. കാരണം കുറേ കാലമായി നമ്മൾ ഇങ്ങനെ പോയിട്ടൊക്കെ. പിന്നെ ഇതേ മൽക്ക ടോയ്സ് കണ്ടാൽ വെറുതെ വിടൂല. അങ്ങനെ അവൾ ഡാഡിനോട് പറഞ്ഞ് എന്തൊക്കെയോ അവൾക്ക് പറ്റിയതൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. SM സ്ട്രീറ്റിലൂടെ അങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലൊക്കെ കിട്ടും. കാരണം ടൈം പോകുന്നത് അറിയില്ല. പിന്നീട് നമ്മൾ വീണ്ടും തുടങ്ങി നമ്മുടെ പരിപാടീസ്. കാരണം ഓരോ ഷോപ്പിൽ കയറുന്നു, ഇറങ്ങുന്നു. പിന്നെ മൽക്കിനം കൊണ്ട് പോകുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ നന്നായിട്ട് നമ്മളോട് കോപ്പറേറ്റ് ചെയ്തു. അതിന് ശേഷം പിന്നെ നമ്മൾ ഉമ്മാക്ക് വേണ്ടിയിട്ട് മാക്സിയൊക്കെ ചുരിദാറൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറി. എൻ്റെ അടുത്തം കണ്ടാൽ മനസ്സിലാവാം ഞാൻ പോസ്റ്റായിട്ട് ഇരിക്കുകയെന്ന്. അങ്ങനെ നമ്മൾ ഉമ്മാക്ക് ചുരിദാർ നോക്കി, പക്ഷേ സെറ്റായില്ല. ഉമ്മാക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റൂല. അതിനുശേഷം പിന്നെ ഞാൻ മൽക്കൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ലൊരു
ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ അവിടെ നിന്ന് ഇതേ മൽക്കുള്ള ഡ്രസ്സും കിട്ടി. പിന്നെ മിറിക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് തിരഞ്ഞു, മിറിക്കിനൊന്നും കിട്ടിയില്ല. പിന്നെ ഇതേ മാഹി അവൾക്ക് പറ്റിയ ബെൽറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇന്ന് കൂടുതൽ പർച്ചേസ് ചെയ്യാനുള്ളത് മാഹിക്കായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ഓരോ ഷോപ്സും നോക്കി അങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഇതേ ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഏകദേശം നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം മൽക്കതേ അതിൻ്റെ ഇടയിൽ ഒരു ബോർഡും ഒരു പെന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവൾക്ക് എഴുതൽ ഇപ്പോൾ ഈ ഇടയായിട്ട് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബാങ്കൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു, നമ്മളെല്ലാവരും നോമ്പ് തുറന്നു. അപ്പോഴേക്കും ഇതേ ഡാഡി ജ്യൂസൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും ജസ്റ്റ് ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മൽക്ക ഇന്ന് ഒരു ഹാഫ് നോമ്പെടുത്ത പോലെ തന്നെയായിരുന്നു, ഒന്നും അങ്ങനെ കഴിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ജ്യൂസൊക്കെ പറഞ്ഞ് കുടിപ്പിക്കുകയായിരുന്നു. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് നോമ്പ് തുറക്കാനും കുറേ ക്രൗഡിൻ്റെ ഇടയിൽ നല്ല രസമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു നല്ല രസത്തിൽ അങ്ങനെ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ഇതേ മൽക്കതേ ഫൈനലി ജ്യൂസ് കുറച്ചേലൊന്ന് കുടിച്ചെന്ന് പറയാം. അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. ഈ ഹോട്ടലിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനും മാഹിയൊക്കെ കുട്ടിയാവുമ്പോൾ നമ്മൾ വന്ന ഹോട്ടലാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ കാലമായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരലൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഒക്കെ ഒന്നൊരു നൊസ്റ്റു ഫീലാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അവിടെ ഓർഡർ ചെയ്തു വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ദേ നമ്മൾ ഈ വയറും മനസ്സൊക്കെ നിറയാന്ന് പറയില്ലേ, ആ ഒരു ഫീലോട് കൂടിയാണ് നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുന്നത്. നമ്മൾ നല്ല നാടൻ ഭക്ഷണങ്ങളായിരുന്നു കഴിച്ചത്. അതിനുശേഷം പിന്നെ നമ്മൾ വീണ്ടും തുടങ്ങി നമ്മുടെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടുള്ള തരച്ചിൽ. അങ്ങനെ ദേ മൽക്ക ഭയങ്കര ഓണായിരുന്നു അപ്പോഴേക്കും. പിന്നെ നമ്മുടെ ഉമ്മാക്ക് വേണ്ടിയിട്ട് കുറച്ച് മാക്സിയും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഷോപ്പായിരുന്നു കേട്ടോ. മീൻസ് നല്ലൊരു വേർത്തി പ്രൈസ് ആയിരുന്നു, കളക്ഷൻസും തെറ്റില്ലായിരുന്നു. അങ്ങനെ ദേ നമ്മുടെ മൽക്ക അവിടെ നിന്ന് തുടങ്ങി എഴുത്തും കാര്യങ്ങളൊക്കെ ഒരു നേരം വെറുതെ വിടൂല. ഇപ്പോൾ ഈ ബോർഡും പെന്നും ഉള്ളതുകൊണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ട് തന്നെ അങ്ങ് നടക്കും. മോളെ കാണിച്ചാ നിന്റെ ടോയ്സ് കാണിച്ചമ്മച്ചിക്ക്. നീ ഇതിനാണോ വന്നത്? നീ ഇതൊക്കെ മേടിക്കാനാണോ വന്നത്? മാഹി എല്ലാം കിട്ടിയോ? ആർ യു ഹാപ്പി? ടയേർഡ്? എങ്ങനെ ഉണ്ടായിരുന്നു SM സ്ട്രീറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്തത്? എന്താ ഓൾ ഇത്ര ഉള്ള ഓളൊരു ഇമ്മ്യൂണിറ്റി. അപ്പൊ എന്താ പറഞ്ഞത്? ചത്ത് എന്നാ പറഞ്ഞത് ദീദിന്റെ കേട്ടിട്ട്. ദീദി പഠിപ്പിച്ചു കൊടുത്ത. അപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പർച്ചേസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഏകദേശം ഒക്കെ കിട്ടി നമ്മൾ വിചാരിച്ച പോലെ തന്നെ. നമ്മൾ ഇത്രയും ലേറ്റ് ആവുന്നൊന്നും വിചാരിച്ചിട്ടില്ല. അല്ല മക്കളെ, ഇത്ര ലേറ്റ് ആവുന്ന വിചാരിച്ചാ? എങ്ങോട്ട്? അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും കിട്ടി. എൻ്റെ 1-2 ഐറ്റംസ് പെൻഡിങ്ങിലാണ്. നമ്മുടെ ബേബി മിറിക്കിനും കിട്ടിയിട്ടില്ല. പോകുന്ന വഴിയിൽ ഇനി നോക്കാന്ന് വിചാരിക്കുന്നത്. മൽക്ക സ്കോർ ചെയ്തു. മൽക്കൊക്കെ എന്തോ ഭാഗ്യത്തിന് ഒരെണ്ണം കിട്ടി. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം. ഞാൻ വിചാരിച്ച ടൈപ്പല്ല, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഡാഡിനെ മുടിപ്പിച്ചിട്ട് നമ്മൾ പോവാണ്. എല്ലാവർക്കും ആയി. എന്തായാലും ഇനി വീട്ടിൽ പോവാന്ന് വിചാരിക്കാം അല്ല മഹി? നമ്മൾ പോകുന്നതിനിടയിൽ കല്ലായൊക്കെ എത്താറായി തോന്നുന്നുണ്ട്. ഒരു ബേബി ഷോപ്പ് കണ്ടപ്പോൾ നമ്മൾ നേരെ അങ്ങ് ചാടി കയറി. അങ്ങനെ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബേബീസിന് പൊതുവേ കളക്ഷൻസ് എല്ലാ ഷോപ്പിലും കുറവാണ്. അപ്പം നമുക്ക് പറ്റിയ 2-3 ഐറ്റംസ് ഒക്കെ മിറിക്കിനും കിട്ടി. ഫൈനലി നമ്മൾ ഹാപ്പിയായി. കാരണം നമ്മൾ മിറിക്കിന് കുറേ നമ്മൾ നോക്കിയിട്ട് അവസാനം ഇപ്പോഴാണ് കിട്ടിയത്. ഇതേ നമ്മളെല്ലാവരും നല്ല ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഉമ്മാക്ക് ഭയങ്കര പൂതി ഫ്രൂട്ട്സൊക്കെ വാങ്ങി കഴിച്ചിട്ട് തന്നെ പോകാമെന്നുള്ളത്. അങ്ങനെ ഇതേ നമ്മൾ വീട്ടിലൊക്കെ എത്തി. വാങ്ങിയ സാധനങ്ങളൊക്കെ അങ്ങനെ അങ്ങ് സോഫയിൽ വെച്ചു. കാരണം അത്യാവശ്യം നല്ല ലേറ്റ് ആയിരുന്നു. പിന്നെ ഇതേ നമ്മുടെ മൽക്ക റൂമിലോട്ട് പോണ കോലാണിത്. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ താഴെ നിന്ന് എടുത്തിട്ട് പോവുകയാണ്. ആ കവറിലൊക്കെ അവളുടെ എന്തൊക്കെയോ ടോയ്സ് തന്നെയാണ്.
അങ്ങനെ ഞങ്ങൾ റൂമിലേക്കൊക്കെ പോയി ഇനി ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഈദ് ഷോപ്പിംഗ് ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.